ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. Premier genuine leather footwear. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് തൊഴിലെടുക്കുന്നവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനായി കോർപ്പറേഷൻ കംഫർട്ട് സ്റ്റേഷനുകൾ ആരംഭിച്ചു. ആദ്യഘട്ടമായി മുതലക്കുളത്തെ അലക്ക് തൊഴിലാളികൾക്കാണ് ഇതിന്റെ ഗുണഫലം ലഭ്യമാവുന്നത്. മുൻഗണനാക്രമത്തിൽ ഇത് ജില്ലയുടെ മറ്റിടങ്ങളിൽ കൂടി പ്രാവർത്തികമാക്കും. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. ഭാഷാ പഠനത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് മുന്നോട്ടു പോകേണ്ട കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ബ്യൂറോക്രസിയെ നിയന്ത്രിച്ചില്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തില്ലെന്ന് കെ മുരളീധരൻ MLA. ദേവസ്വം ബോർഡ് തിരിച്ചയച്ച കമ്മീഷണർ കെ രവികുമാറിന്റെ പുനർനിയമന നീക്കം ഉപേക്ഷിക്കണമെന്ന് ജീവനക്കാരുടെ ഐക്യവേദി. വിശദമായ വാർത്തകളിലേക്ക്. നാദാപുരം സംഭവത്തിൽ ശക്തമായ നടപടികൾ തന്നെ ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഏത് വകുപ്പ് ചേർക്കണമെന്നും ഏത് രീതിയിൽ കേസ് അന്വേഷിക്കണമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിക്കും. ആർക്കും യാതൊരുവിധ സൗജന്യവും ഉണ്ടായിരിക്കുകയില്ലെന്നും ചെന്നിത്തല കോഴിക്കോട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. നാദാപുരം സംഭവത്തിൽ അന്ന് ഉണ്ടായ സംഭവം അല്ലാതെ പിന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. നാളെ മുഖ്യമന്ത്രിയും നാളെ എത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയും CPK കുഞ്ഞാലിക്കുട്ടിയും മുനീറും KP മോഹനും ഞങ്ങളെല്ലാവരും കൂടി നാളെ അവിടെ സന്ദർശിക്കുന്നുണ്ട്. അവിടെയുള്ള പരാതികൾ ഞങ്ങൾ നേരിട്ട് കേൾക്കും. അത് കഴിഞ്ഞ് 2 മണിക്ക് ഓൾ പാർട്ടി മീറ്റിംഗ് ഉണ്ട്. പക്ഷെ അവിടെ ഇപ്പോൾ പൂർണ്ണമായ സമാധാന അന്തരീക്ഷമാണ്. ആദ്യ ദിവസം ഉണ്ടായതിനെ അല്ലാതെ പിന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഏതായാലും നാളെ ഞങ്ങളവിടെ പോയി ആ പരാതികൾ കേൾക്കും. അതിന് പരിഹാരം കണ്ടെത്താനുള്ള എല്ലാ നടപടികളും ഉണ്ടാകുന്നതാണ്. ദേവസ്വം ബോർഡ് തിരിച്ചയച്ച കമ്മീഷണർ കെ രവികുമാറിന്റെ പുനർനിയമന നീക്കം ഉപേക്ഷിക്കണമെന്ന് ജീവനക്കാരുടെ ഐക്യവേദി. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും നേതാക്കൾ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ക്ഷേത്രങ്ങളുടെ പുരോഗതിക്കും ജീവനക്കാരുടെ ക്ഷേമ സംരക്ഷണത്തിനും ബോർഡ് തീരുമാനങ്ങൾ അതേപോലെ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്നതിനും ബോർഡ് മെമ്പർമാരെ മുഴുവൻ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതിനും ദേവസ്വം ബോർഡ് ഭരണത്തിലുള്ള സ്തംഭനാവസ്ഥ ഒഴിവാക്കുന്നതിനും ഭരണത്തിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും പ്രാപ്തനായ ഒരു ഉദ്യോഗസ്ഥനെ കമ്മീഷണർ നിയമിക്കണമെന്നാണ് മലബാർ ദേവസ്വം ക്ഷേത്ര ജീവനക്കാരുടെ സംഘടനകൾ ഏകകണ്ഠമായി ഉന്നയിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ സുഗമമായ നടത്തിപ്പിനെ വിഘാതം സൃഷ്ടിക്കുകയും ബോർഡ് മെമ്പർമാർ അതൃപ്തി പ്രകടിപ്പിക്കുകയും ബോർഡ് തിരിച്ചയച്ചതുമായ കമ്മീഷണർ കെ രവികുമാറിനെ വീണ്ടും ആ സ്ഥാനത്ത് തന്നെ നിയമിക്കാനുള്ള സർക്കാർ നീക്കം പുനഃപരിശോധിക്കണമെന്ന് ക്ഷേത്ര ജീവനക്കാരുടെ സംഘടനകളുടെ സംയുക്ത സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുവാൻ സംഘടനകൾ നിർബന്ധിതരാകുമെന്നും നേതാക്കൾ പറഞ്ഞു. ബ്യൂറോക്രസിയെ നിയന്ത്രിച്ചില്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തില്ലെന്ന് കെ മുരളീധരൻ MLA. കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ INTUC ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ INTUC ജില്ലാ സമ്മേളനം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് തയ്യാറാക്കിയ പ്രമോദ് നഗറിൽ നടന്നു. മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്യൂറോക്രസിയെ നിയന്ത്രിച്ചില്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഉത്തരവ് നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തണം. ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥർ മുൻ സർക്കാരിനോട് വിധേയത്വം കാണിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷെ നടപ്പാക്കുന്ന ചില പദ്ധതികളൊക്കെ വേണ്ടത്ര ജാഗ്രതയോടുകൂടെ ഉദ്യോഗസ്ഥന്മാർ അത് നിർവഹിക്കുന്നില്ല എന്നതും ഇതിന്റെ കുറ്റം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ നിയന്ത്രിക്കണം. അത് ജനമൊക്കെ പറയുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുന്നത് മന്ത്രിമാർക്കും എന്നെ പോലുള്ള ജനപ്രതിനിധികൾക്കുമാണ്. അപ്പൊ അങ്ങനെ മറുപടി പറയേണ്ടി വരുമ്പോൾ ഏത് ഉദ്യോഗസ്ഥനാണോ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അനുസരിക്കാത്തത് അങ്ങനെയുള്ളവരെ നിയന്ത്രിക്കാനും അത് അവരതിന് തയ്യാറാകുന്നില്ലെങ്കിൽ തയ്യാറുള്ള ഉദ്യോഗസ്ഥന്മാരെ പകരം കൊണ്ടുവന്ന് കാര്യങ്ങൾ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം നടപ്പാക്കാനും തീർച്ചയായിട്ടും ഗവൺമെന്റ് മുൻകൈ എടുത്ത് പ്രവർത്തിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനിയിപ്പോ
20 വർഷം ഇവിടെ സേവനമനുഷ്ഠിച്ച ശാന്ത ബി. HDS എംപ്ലോയീസ് ഫെഡറേഷൻ INDC പ്രസിഡന്റ് ദിനേശ് പെരുമണ്ണ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി ബിബീഷ് കമ്മനക്കണ്ടി, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ, INDC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാജൻ, KPCC എക്സിക്യൂട്ടീവ് അംഗം UV ദിനേശ് മണി, യൂത്ത് കോൺഗ്രസ് പാർലമെന്ററി സെക്രട്ടറി VT ഷിജുലാൽ, യൂത്ത് കോൺഗ്രസ് നോർത്ത് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് PT സന്തോഷ്, ധർമ്മൻ എന്നിവർ സംസാരിച്ചു. ഭാഷയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് മുന്നോട്ടു പോകേണ്ട കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അഖില കേരള പൌരസ്ത്യ ഭാഷാധ്യാപക സംഘടനയുടെ 67ാം സംസ്ഥാന വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഖില കേരള പൌരസ്ത്യ ഭാഷാധ്യാപക സംഘടനയുടെ 67ാം സംസ്ഥാന വാർഷിക സമ്മേളനം കോഴിക്കോട് ശിക്ഷക് സദനിൽ ആരംഭിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭാഷയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ടു പോകേണ്ട കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നതെന്നും ഭാഷ ഏതു തന്നെയായാലും സ്കൂൾ രംഗത്ത് ഭാഷയ്ക്ക് പണ്ട് കൊടുക്കുന്നത് പോലെയുള്ള പ്രചാരം ഇപ്പോൾ നൽകുന്നുണ്ടോ എന്നത് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് വിദ്യാലയങ്ങളിൽ ഭാഷാധ്യാപകരുടെ എണ്ണം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. 1:3 ആകുമ്പോൾ ഭാഷാധ്യാപകർ പുറത്തുപോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതിനാൽ അവരെ സംരക്ഷിക്കാൻ ഒരു പീരീഡ് കൂടി നടപ്പാക്കണം. ഇത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും ചെന്നിത്തല പറഞ്ഞു. അതുതന്നെ ഭാഷാധ്യാപകരുടെ എണ്ണം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. 1:30 ആയപ്പോൾ ഇപ്പോൾ ഭാഷാധ്യാപകർ പുറത്തു പോകുന്ന സ്ഥിതിയാണുള്ളത് എന്ന് ജനറൽ സെക്രട്ടറി എബ്രഹാം എന്നോട് പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെ പോകുന്ന അധ്യാപകരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പീരീഡ് കൂടി, 7ാമത്തെ ഒരു പീരീഡ് കൂടി, അല്ലേ, അത് കൗണ്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രൊട്ടക്ഷൻ ലഭിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ PBSന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ആവശ്യമെന്ന് പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും അത് വിദ്യാഭ്യാസ മന്ത്രിയിലേക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കാം. ചടങ്ങിൽ PBS സ്വാഗത സംഘം ചെയർമാൻ M രാജൻ അധ്യക്ഷം വഹിച്ചു. PBS മുൻ ജനറൽ സെക്രട്ടറി P സദാനന്ദൻ, S രാധാകൃഷ്ണൻ, PV ലോറൻസ്, MA എബ്രഹാം, KC അബു, അഡ്വക്കേറ്റ് K ജയന്ത്, N സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനം 3 ദിവസം നീണ്ടു നിൽക്കും. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് 2 അന്യസംസ്ഥാന തൊഴിലാളികൾ മരിക്കാനിടയായ ഹിൽ ടോപ്പ് സ്കൂളിന്റെ നിർമ്മാണ പ്രവൃത്തി അടിയന്തരമായി നിർത്തിവെക്കുവാൻ കളക്ടർ CA ലത ഉത്തരവിട്ടു. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകി. 2 അന്യസംസ്ഥാന തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ പന്തീരാങ്കാവ് തിരുത്തുമൽ താഴത്ത് ഹിൽ ടോപ്പ് സ്കൂളിന്റെ നിർമ്മാണ പ്രവൃത്തി അടിയന്തരമായി നിർത്തിവെക്കുവാൻ സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ CA ലത ഉത്തരവിട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകി. വസ്തു ഉടമസ്ഥർക്കും കോൺട്രാക്ടർക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. തഹസിൽദാരുടെയോ RDOയുടെ മുൻകൂർ അനുമതിയില്ലാതെയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടന്നത്. ഈ സാഹചര്യത്തിൽ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുന്നതിന് സബ് കളക്ടറെ ചുമതലപ്പെടുത്തി. സ്കൂൾ നിർമ്മാണത്തിന് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തതാണ് 2 അന്യസംസ്ഥാന തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയത്. മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് തദ്ദേശവാസികൾ നൽകിയ പരാതികൾ അധികൃതർ അവഗണിക്കുകയായിരുന്നു. മുൻപ് മണ്ണെടുത്ത സ്ഥലത്ത് കെട്ടിട നിർമ്മാണത്തിനു വേണ്ടി വീണ്ടും മണ്ണെടുക്കുകയാണ് ഉണ്ടായത്. ചീടി മണ്ണായതുകൊണ്ട് പെട്ടെന്ന് ഇടിയാൻ സാധ്യതയുണ്ട്. അടർന്ന് പാളികളായി നിൽക്കുന്ന ഈ മണ്ണ് തട്ടുകളാക്കി ഓരോ തട്ടിലും ഫ്ലോറുകൾ നിർമ്മിക്കുകയാണ്. ഇതിനിടയിലാണ് മേൽത്തട്ട് ഇടിഞ്ഞു വീണ് അപകടമുണ്ടായത്. JCB ഉപയോഗിച്ച് കുഴിയെടുക്കുമ്പോൾ കുന്നിന് വിള്ളലുണ്ടാകുന്നതാണ് ഇടിച്ചിലിന് കാരണമായത്. പഞ്ചായത്തിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതിയാണ് വസ്തു ഉടമസ്ഥർക്ക് ലഭിച്ചിരുന്നത്. അശാസ്ത്രീയമായും അനധികൃതമായും മണ്ണെടുക്കൽ നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുവാൻ തഹസിൽദാർമാർക്കും വില്ലേജ് ഓഫീസർമാർക്കും കളക്ടർ നിർദ്ദേശം നൽകി. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കുമുള്ള അടിയന്തര ധനസഹായവും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ചെലവും വസ്തുടമസ്ഥർ വഹിക്കണമെന്നും കളക്ടർ പറഞ്ഞു. വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. DYFI പ്രവർത്തകൻ ഷിബിനെ കൊലപ്പെടുത്തിയ കേസിലെ 6 പ്രതികളെ നാദാപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇവരെ കൊല നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തൂണേരിയിൽ DYFI പ്രവർത്തകൻ ഷിബിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ വിട്ട പ്രതികളെ കൊല നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. 6 പ്രതികളെയാണ് നാദാപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. വാരാണ്ടി താഴേക്കുനി സിദ്ദിഖ്, കാട്ടുമടത്തിൽ താഴേക്കുനി ഷുഹൈബ്, മടത്തിൽ ഷുഹൈബ്,
എടാടിയിൽ ഫസൽ, മൊട്ടമ്മൽ നാസർ, മുഹമ്മദ് അനീസ് എന്നിവരെയാണ് തൂണേരി കണ്ണങ്കര റോഡിൽ ഷിബിൻ വെട്ടേറ്റെടുത്ത് എത്തിച്ച് തെളിവെടുത്തത്. കുറ്റ്യാടി CI ദിനേഷ് കോറോത്ത്, നാദാപുരം CI AS സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. തൂണേരി ആക്രമണവുമായി ബന്ധപ്പെട്ട് വീട് തീവെപ്പ് കേസിൽ 3 CPM-കാരെ കൂടി അറസ്റ്റിലായി. വിഷ്ണുമംഗലം തെക്കേ താനമടത്തിൽ രജീഷ്, വിഷ്ണുമംഗലം കല്ലിങ്ങൽ അനൂപ്, പാറക്കടവ് കുറുക്കൻമാടയിൽ രാജൻ എന്നിവരെയാണ് നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ തീവെപ്പ് കേസിൽ 19 പേർ പിടിയിലായി. നേരത്തെ 16 പേർ റിമാൻഡിലായിരുന്നു. തൂണേരി അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അഗ്നിക്കിരയായ വീടുകളുടെ കണക്കെടുപ്പ് റവന്യൂ സംഘം പൂർത്തിയാക്കി. വടകര തഹസിൽദാർ വിപിൻ രാജിന്റെ നേതൃത്വത്തിൽ 7 ദിവസമെടുത്താണ് കണക്കെടുപ്പ് പൂർത്തിയാക്കിയത്. 4 വർഷത്തോളമായി കൂലി പുതുക്കി നിശ്ചയിക്കാത്ത മാനേജ്മെന്റ് നടപടിക്കെതിരെ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി ആഭിമുഖ്യത്തിൽ കൊയിലാണ്ടി ഗ്യാസ് ഗോഡൌണിന് മുൻപിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. BMS ജില്ലാ ഖജാൻജി A. ശശീന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് കൊയിലാണ്ടി കുറുവങ്ങാട് തെങ്ങിൽ ഏജൻസിയുടെ ഗ്യാസ് ഗോഡൌണിന് മുൻപിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത്. 4 വർഷത്തോളമായി കൂലി പുതുക്കി നിശ്ചയിക്കാത്ത മാനേജ്മെന്റ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരപരിപാടികളുമായി മുന്നോട്ടു പോകുന്നതെന്ന് BJP മേഖലാ സെക്രട്ടറി AP രാമചന്ദ്രൻ പറഞ്ഞു. ഇനി ഇത് പുതുക്കി നിശ്ചയിക്കാതെ ഇവിടെ യാതൊരുവിധ ഗ്യാസ് റിപ്പോർട്ട് കയറ്റാനോ ഇറക്കാനോ ഞങ്ങൾ ഉണ്ടാകില്ല എന്ന് ഐകണ്ട ഒരു തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. BMS ജില്ലാ ഖജാൻജി A. ശശീന്ദ്രൻ സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. റേഷൻ ഡീലേഴ്സ് ജില്ലാ വൈസ് പ്രസിഡന്റ് VK മുകുന്ദൻ, KM സുനിൽ, TK ബാലൻ, O. മുരളി എന്നിവർ സംസാരിച്ചു. ദേശീയ ഗെയിംസിൽ യാതൊരുവിധ അഴിമതിയും ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇപ്പോൾ ഗെയിംസ് നല്ല രീതിയിലാണ് മുൻപോട്ട് പോകുന്നതെന്നും എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ ഗെയിംസിന് ശേഷം ചർച്ച ചെയ്യാമെന്നും രമേശ് ചെന്നിത്തല കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ദേശീയ ഗെയിംസ് ഏറ്റവും നല്ല നിലയിൽ നടക്കുകയാണ്. മാത്രവുമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കായിക പ്രതിഭകൾ ഇവിടെ വരുമ്പോൾ അവർക്ക് അവരുടെ കായിക പ്രകടനങ്ങൾ നടത്താനുള്ള അവസരമാണ് നമ്മൾ കൊടുക്കേണ്ടത്. കൂടുതൽ വിവാദത്തിന് ഇപ്പോൾ സ്ഥാനമില്ല. ഇത് കഴിഞ്ഞിട്ട് പരാതി ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. കൊയിലാണ്ടിയിൽ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ മണൽവേട്ടയുടെ ഭാഗമായി പിടിച്ചെടുത്ത വാഹനങ്ങളും മണലും താലൂക്ക് ഓഫീസ് പരിസരത്ത് അസൌകര്യങ്ങൾ സൃഷ്ടിക്കുന്നു. അന്യസംസ്ഥാനത്തു നിന്നും മതിയായ രേഖകളില്ലാതെ മണൽ കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന ഏജൻസികളുടെ വണ്ടികളാണ് പിടിച്ചെടുത്തവയിൽ ഭൂരിഭാഗവും. കൊയിലാണ്ടിയിൽ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മണൽവേട്ടയുടെ ഭാഗമായി പിടിച്ചെടുത്ത വാഹനങ്ങളും മണലും താലൂക്ക് ഓഫീസ് പരിസരത്ത് അസൌകര്യങ്ങൾ സൃഷ്ടിക്കുന്നു. സമീപകാലത്തായി ചെങ്കൽ ക്വാറികളിലും അധികൃതർ റെയ്ഡ് സംഘടിപ്പിച്ചിരുന്നു. മണ്ണ് കടത്തി വയൽ നികത്തുന്നതിനെതിരെ തഹസിൽദാർ സജീവ് ദാമോദറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം നിരന്തര പ്രവർത്തനമാണ് നടത്തുന്നത്. നേരത്തെ പിടിച്ചെടുത്ത മണൽ ലേലം ചെയ്ത് വിൽക്കുകയായിരുന്നു പതിവ്. പിൽക്കാലത്ത് സർക്കാർ ഏജൻസിയായ നിർമ്മിതി കേന്ദ്രയ്ക്ക് മണൽ നൽകണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചതോടെ താലൂക്ക് ഓഫീസ് പരിസരം മണൽ കൂമ്പാരം കൊണ്ട് നിറയുകയായിരുന്നു. അന്യസംസ്ഥാനത്ത് നിന്ന് മതിയായ രേഖകളില്ലാതെ മണൽ കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന ഏജൻസികളുടെ വണ്ടികളാണ് പിടിച്ചെടുത്തതിൽ ഭൂരിഭാഗവും. മിക്ക വണ്ടികളും വ്യാജ നമ്പറുകൾ ഉപയോഗിച്ച് ഓടുന്നതിനാൽ പിടിച്ചെടുത്ത ലോറികളും ചെറിയ വാഹനങ്ങളും ഫൈനടിച്ച് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് റവന്യൂ അധികാരികളും പറയുന്നു. മണൽ സഹിതം പിടിച്ചെടുത്ത ലോറികൾ തിരിച്ചു നൽകേണ്ടത് ജില്ലാ ഭരണകൂടമാണ്. ഇക്കാര്യത്തിൽ സജീവമായ ഇടപെടലുകൾ ജില്ലാ അധികാരികൾ നടത്താത്തത് പ്രശ്നം രൂക്ഷമാവുന്നു. ഇവല്യൂഷൻ നടത്തി മാത്രമേ വിതരണം ചെയ്യാവൂ എന്ന പുതിയ നിർദ്ദേശവും സാങ്കേതികമായി ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. മഞ്ഞ ടാങ് മത്സ്യം, ചുവന്ന കോമാളി മത്സ്യം, സിംഹ മത്സ്യം, നക്ഷത്ര മത്സ്യം, വവ്വാൽ മത്സ്യം തുടങ്ങി അപൂർവമായി മാത്രം കാണപ്പെടുന്ന സമുദ്രജല വർണ്ണ മത്സ്യങ്ങളുടെ കടൽക്കാഴ്ചയൊരുക്കി മറൈൻ റിസർച്ച് അക്വേറിയം. വർണ്ണവിസ്മയം കാണാൻ 1000-ലേറെ വിദ്യാർത്ഥികളാണ് അക്വേറിയത്തിൽ ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് ഹില്ലിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനത്തിന് കീഴിലെ മറൈൻ റിസർച്ച് അക്വേറിയത്തിലെ കടൽക്കാഴ്ചകൾ കാണാനെത്തിയത് 1000-ലേറെ വിദ്യാർത്ഥികൾ. CMFRA സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി ഈ ആഴ്ച സന്ദർശകർക്കായി സൌജന്യ പ്രവേശനം അനുവദിച്ചിരുന്നു. അപൂർവമായി മാത്രം കാണപ്പെടുന്നവയടക്കമുള്ള സമുദ്രജല വർണ്ണ മത്സ്യങ്ങൾ അക്വേറിയത്തിൽ പ്രദർശനത്തിലുണ്ട്. മഞ്ഞ ടാങ് മത്സ്യം, ചുവന്ന കോമാളി മത്സ്യം, സിംഹ മത്സ്യം, നക്ഷത്ര മത്സ്യം, വവ്വാൽ മത്സ്യം തുടങ്ങിയവ സന്ദർശകർക്ക് കൌതുകം പകർന്നു. 33 വലിയ അക്വേറിയങ്ങളിൽ 4 ശുദ്ധജല മത്സ്യങ്ങളുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സമുദ്രജല മത്സ്യങ്ങളെയും മറ്റു ജീവജാലങ്ങളെയും തരംതിരിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ഗവേഷണ സ്ഥാപനം സൌകര്യമൊരുക്കുന്നു. രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള മത്സ്യഗവേഷണ കേന്ദ്രങ്ങളിലൊന്നായ ഇവിടെ 2002-ലാണ് മറൈൻ അക്വേറിയം ആരംഭിച്ചത്. ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിലിന് കീഴിലാണ് ഇപ്പോൾ CMFRA പ്രവർത്തിക്കുന്നത്.
ദിനാചരണ പരിപാടി കൌൺസിലർ ടി സുജൻ ഉദ്ഘാടനം ചെയ്തു. സയന്റിസ്റ്റ് ഇൻചാർജ് പി കെ അശോകൻ അധ്യക്ഷനായി. ഡോക്ടർ ഗുൽഷാദ് മുഹമ്മദ്, ഡോക്ടർ വിനോദ് എന്നിവർ സംസാരിച്ചു. കെ പി സയ്യദ് കോയ സ്വാഗതം പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ ഘാതകൻ ഗോഡ്സെയ്ക്ക് സ്മാരകം തീർക്കാനുള്ള ശ്രമം ദേശീയ സങ്കല്പത്തിന് എതിരാണെന്ന് മുൻ കേന്ദ്രമന്ത്രി കെ പി ഉണ്ണികൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 1 ലക്ഷം കത്തുകൾ അയക്കുന്ന ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഘാതകൻ ഗോഡ്സെയ്ക്ക് സ്മാരകം തീർക്കാനുള്ള ശ്രമം ദേശീയ സങ്കല്പത്തിന് എതിരാണെന്ന് മുൻ കേന്ദ്രമന്ത്രി കെ പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരണം. ഗാന്ധി ഘാതകൻ ഗോഡ്സെയ്ക്ക് ഇന്ത്യയിലെവിടെയും സ്മാരകം ഉയരില്ലെന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് ഉറപ്പു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 1 ലക്ഷം കത്തുകൾ അയക്കുന്ന കാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തായാട്ട് ബാലൻ, NC അബൂബക്കർ, അഷ്റഫ് മണക്കടവ്, കെ ചന്ദ്രഹാസൻ, മമ്മദ് കോയ, PP ഫൌസിയ, NP അബ്ദുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള. Galaxy made of ABS material. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. പുറ്റുമണ്ണിൽ താഴത്തെ ANC പോൾട്രി ഫാമിലെ 500ഓളം കോഴിക്കുഞ്ഞുങ്ങളെ കാട്ടുപൂച്ച കൊന്നൊടുക്കി. പുറ്റുമണ്ണിൽ താഴം ഒറ്റക്കണ്ടത്തിൽ നിതിൻ ചന്ദ്രയുടേതാണ് ഫാം. 10 ദിവസം കഴിഞ്ഞാൽ വിൽപ്പനയ്ക്ക് തയ്യാറാകുന്ന കോഴിക്കുഞ്ഞുങ്ങളെയാണ് കാട്ടുപൂച്ച കൊന്നൊടുക്കിയത്. 1.5 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പുറ്റുമണ്ണിൽ താഴത്തിനു സമീപം ANC പൗൾട്രി ഫാമിൽ കാട്ടുപൂച്ചയുടെ ആക്രമണം 500ഓളം കോഴിക്കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷവും ഇന്നലെ രാത്രി 11ഓടെയുമാണ് കാട്ടുപൂച്ചകൾ ഫാമിനുള്ളിൽ കടന്നത്. 10 ദിവസം കഴിഞ്ഞാൽ വിൽപ്പനയ്ക്കായി തയ്യാറാകുന്ന കോഴിക്കുഞ്ഞുങ്ങളെയാണ് കൊന്നത്. ഇന്നലെ രാവിലെ 6:30ഓടെ ഫാമിനുള്ളിൽ കോഴികളെ ചത്ത നിലയിൽ കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒരു വശത്തെ ഇരുമ്പ് നെറ്റിന്റെ അരികു വളഞ്ഞ നിലയിൽ കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ സമീപത്തെ കുറ്റിക്കാടുകൾക്കുള്ളിലും ചത്ത കോഴികളെ കണ്ടെത്തി. കുരുവട്ടൂർ മൃഗാശുപത്രിയിലെ വെറ്റിനറി സർജൻ ഡോക്ടർ S സുഭാഷിന്റെ നേതൃത്വത്തിൽ കോഴികളെ പോസ്റ്റ്മോർട്ടം നടത്തി. താമരശ്ശേരി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K രാജീവിന്റെ നിർദ്ദേശപ്രകാരം റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ VP പ്രസാദ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സുബ്രഹ്മണ്യൻ എന്നിവർ ഇന്നലെ രാത്രി ഫാമിനുള്ളിൽ പരിശോധന നടത്തി. തുടർന്ന് പരിസരത്തെ കാട്ടിനുള്ളിൽ നടത്തിയ തിരച്ചിലിൽ ഇവിടെ കാട്ടുപൂച്ചകളെ കണ്ടു. പുറ്റുമണ്ണിൽ താഴം ഒറ്റക്കണ്ടത്തിൽ നിതിൻ ചന്ദ്രയുടേതാണ് ഫാം. ഇന്നലെ രാത്രി 11ഓടെ നിതിൻ ചന്ദ്രൻ വീണ്ടും ഫാമിലെത്തി നോക്കിയപ്പോഴാണ് കാട്ടുപൂച്ചകൾ ഫാമിനുള്ളിൽ കടന്നു വീണ്ടും കോഴികളെ പിടിച്ചുകൊണ്ടു പോകുന്നതായി കണ്ടത്. കാട്ടുപൂച്ചയുടെ ആക്രമണത്തിൽ നിന്ന് കോഴികളെ രക്ഷിക്കാനായി രാത്രി വൈകിയും ഇവിടെ കാവലിരിക്കുകയാണ് നിതിൻ. 1.5 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി നിതിൻ പറഞ്ഞു. മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും കാട്ടുപൂച്ചയെ പിടികൂടണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് K മഞ്ജുള ആവശ്യപ്പെട്ടു. തൊഴിലിടങ്ങളിൽ പ്രാഥമിക സൗകര്യമൊരുക്കി കോഴിക്കോട് കോർപ്പറേഷൻ. ആദ്യഘട്ടമായി മുതലക്കുളത്തെ അലക്കു തൊഴിലാളികൾക്കായാണ് കൺഫറൻസ് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ തൊഴിലിടങ്ങളിലെ പ്രാഥമിക സൗകര്യ സംവിധാനങ്ങൾ ഒരുക്കി തുടങ്ങി. ഇതിന്റെ ആദ്യഘട്ടമായി മുതലക്കുളത്ത് അലക്കു തൊഴിലാളികൾക്കായി കൺഫറൻസ് സ്റ്റേഷൻ സ്ഥാപിച്ചു. കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം ഉദ്ഘാടനം നിർവഹിച്ചു. ഇതുപോലുള്ള ആവശ്യങ്ങൾ, അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ മറ്റു ചില പ്രദേശങ്ങളുണ്ട്. ഞാൻ ആവർത്തിക്കില്ല. ആ പ്രദേശങ്ങളിലും ഇതുപോലുള്ള സംവിധാനം ഒരുക്കാനുള്ള തീരുമാനങ്ങളായി അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ്. ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് അധ്യക്ഷം വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മോഹന മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അജയ് ഘോഷ്, കോർപ്പറേഷൻ സെക്രട്ടറി BK ബൽരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തോട്ടുങ്ങൽ രജനി, A രാധാകൃഷ്ണൻ, T മൊയ്തീൻ ഗോയ, കൌൺസിലർ സക്രിയ P ഹുസൈൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.
വടകരയിൽ വൻ കുഴൽപ്പണവേട്ട. കഴിഞ്ഞ ദിവസം 7.6 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി കൊടുവള്ളി പിലാശ്ശേരി മാതത്തുകുഴിയിൽ സ്വദേശി അബൂബക്കർ പിടിയിലായി. മുട്ടുങ്ങൽ കൈനാട്ടി ബസ് സ്റ്റോപ്പിനടുത്ത് വെച്ചാണ് ഇദ്ദേഹത്തെ ഷാഡോ പോലീസ് പിടികൂടിയത്. കുഴൽപ്പണം കടത്തുന്നതിനിടെ വടകരയിൽ യുവാവ് പിടിയിലായി. 7.6 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി കൊടുവള്ളി പിലാശ്ശേരി മാതളത്തുകുഴിയിൽ അബൂബക്കറിനെയാണ് വടകര SI N സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മുട്ടുങ്ങൽ കൈനാട്ടി ബസ് സ്റ്റോപ്പിനടുത്ത് വെച്ചാണ് പിടിയിലായത്. കൊടുവള്ളിയിൽ നിന്ന് നാദാപുരം ഭാഗത്തേക്ക് പണമെത്തിക്കാൻ കൈനാട്ടിയിൽ ബസ് ഇറങ്ങിയപ്പോഴാണ് ഇയാൾ കുടുങ്ങിയത്. പണം വിതരണം ചെയ്യാനുള്ള ആളുടെ ലിസ്റ്റും മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തു. ശരീരത്തിൽ കെട്ടിവെച്ച നിലയിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നത്. പ്രതിയെ വടകര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം എൻഫോഴ്സ്മെന്റിന് കൈമാറി. 1 വർഷത്തിനിടെ കോടിക്കണക്കിന് രൂപയുടെ കുഴൽപ്പണമാണ് വടകര മേഖലയിൽ നിന്ന് മാത്രം പിടികൂടിയത്. കുഴൽപ്പണ വാഹകരെല്ലാം കൊടുവള്ളി സ്വദേശികളായിരുന്നുവെന്നും ഇതിന്റെ പ്രത്യേകതയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ഉറച്ചു വിശ്വസിച്ച് കോഴിക്കോട് നടുവത്തൂർ കായക്കുൽ സ്വദേശി ശ്രീജിത്ത് ബാബു. കഠിനാധ്വാനം നിങ്ങളെ ഒരിക്കലും തളർത്തുകയില്ല, കൂടുതൽ ആത്മവിശ്വാസം നൽകുകയുള്ളൂവെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ് ശ്രീജിത്ത് ബാബുവിനെ കൃഷിയിൽ വേറിട്ട പാത പിന്തുടരുവാൻ സഹായിക്കുന്നത്. പച്ചക്കറി കൃഷിയിൽ തനിക്ക് ആവേശമായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗമാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും പറയുകയും ചെയ്യുകയാണ് ശ്രീജിത്ത് ബാബു. കോഴിക്കോട് നടുവത്തൂർ കായക്കുൽ സ്വദേശിയായ ശ്രീജിത്ത് ബാബുവിന് വീടിന്റെ തേപ്പാണ് പ്രധാന തൊഴിൽ മേഖലയെങ്കിലും ഇടവേളകൾ ഈ യുവാവിന് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനുള്ളതാണ്. അമ്മയും കീഴരിയൂർ പഞ്ചായത്ത് മാതൃകാ കർഷകനായി തെരഞ്ഞെടുത്ത ജ്യേഷ്ഠൻ ശ്രീനിയും ശ്രീജിത്തിന്റെ ഭാര്യയുമെല്ലാം പച്ചക്കറി കൃഷിയിൽ സഹായവും നിർദ്ദേശവുമായി പിന്നാലെയുണ്ട്. വീടിന്റെ പരിസരത്ത് നേന്ത്രവാഴയും റോബസ്റ്റയും കദളി, മൈസൂർ എന്നിവ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും വീടിന്റെ ടെറസിലാണ് പ്രധാനമായും കൃഷികൾ ചെയ്യുന്നത്. പോളിത്തീൻ ബാഗിലും ചാക്കിലും മണ്ണ് നിറച്ച് ഇതിനകത്ത് പച്ചക്കറി തൈകൾ നട്ടുപിടിപ്പിച്ചാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബാഗിൽ 1ലധികം പച്ചക്കറി തൈകൾ നട്ടുവളർത്തി വിജയിച്ചതിന്റെ സന്തോഷവും മനസ്സിലുണ്ട്. തക്കാളിയും പച്ചമുളകും നല്ല വിളകൾ നൽകിയതായും ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഇവരുടെ പൂർണ്ണ പിന്തുണയോട് കൂടിയപ്പോൾ ഇന്ന് ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ പച്ചക്കറിയോടൊപ്പം തന്നെ വാഴ, അതിന്റെ താറാവ്, കോഴി എല്ലാം കൂടി കൂടുമ്പോൾ എന്റെ ചിലവുകൾ ഒരു പരിധിവരെ കുറഞ്ഞു പോകുന്നുണ്ട്. ടെറസിൽ ചാക്കിൽ കൃഷി ചെയ്ത് താഴ്ഭാഗത്തേക്ക് പന്തൽ കെട്ടി പടർത്തിയ കാഴ്ചയും കാണാം. ഇത് പച്ചക്കറി ചെടിയെ പടരാൻ ഏറെ സഹായിക്കുന്നുണ്ട്. ഇത്തരം ഏറെ കൗതുകം നിറഞ്ഞ കൃഷിരീതികളാണ് ഇദ്ദേഹം അനുവർത്തിച്ചു വരുന്നത്. പടർന്നു വരുന്ന വെള്ളരിക്ക് കവിങ്ങിൻ പട്ടയും വാഴച്ചപ്പും കൊണ്ട് പുറം വളഞ്ഞ് സംരക്ഷിക്കുന്നു. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ എന്നിവയും പച്ചക്കറികൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. ഗോമൂത്രത്തിൽ പച്ചമുളക് അരച്ച് കലക്കിയാണ് കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള ജൈവമാർഗങ്ങൾ സ്വീകരിക്കുന്നത്. വാർത്തകളിൽ ക്ഷേത്രവിശേഷങ്ങൾ. നടുവട്ടം ഗോപുരത്തിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികൾ സമാപിച്ചു. ക്ഷേത്ര ചൈതന്യ സംവർദ്ധകങ്ങളായ ഹോമാദി പൂജകളും വെള്ളാട്ട്, തിറ, താലപ്പൊലി മുതലായ പരിപാടികളോടും കൂടിയാണ് ഉത്സവാഘോഷ പരിപാടികൾ നടന്നത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PK മുകുന്ദൻ, സെക്രട്ടറി കളക്കണ്ടി കൃഷ്ണൻ, ട്രഷറർ AB ഗിരീഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുലർച്ചെ ഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. ദീപാരാധന, പൂജ, അത്താഴ പൂജ, ഉഷപൂജ, വിശേഷാൽ പൂജകൾ, ആണ്ടിയൂട്ട്, വെള്ളാട്ട്, തായമ്പക, താലപ്പൊലി, തിറ എന്നിവയും ഉണ്ടായിരുന്നു. ഗോപുരത്തിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവവും സംഘടിപ്പിച്ചു. രാവിലെ 5 മണിക്ക് നടതുറക്കൽ, പാലഭിഷേകം, പഞ്ചാമൃതം, വൈകിട്ട് 7 മണിക്ക് കാവടി എഴുന്നള്ളത്ത്, പാലഭിഷേകം എന്നിവയും ഉണ്ടായിരുന്നു. ബേപ്പൂർ BC റോഡ് തറയിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. ഫെബ്രുവരി 2-3 തീയതികളിലായിരുന്നു ഉത്സവാഘോഷ പരിപാടികൾ നടന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചിറ്റാരി പലക്കോളിൽ കേശവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം നടന്നത്. കലവറ നിറയ്ക്കൽ, ഗണപതി ഹോമം, കലങ്കരി, സർവൈശ്വര്യ പൂജ, ദീപാരാധന, ഭഗവതി സേവ, അരീക്കാട് പട്ടേരി സംജേഷിന്റെ പ്രഭാഷണം എന്നിവ നടന്നു. ക്ഷേത്രത്തിലെ പൂജകൾക്ക് ക്ഷേത്രകർമ്മി ഭരതൻ തറയിൽ കാർമ്മികത്വം വഹിച്ചു. ഉത്സവ ദിവസം ഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് പറനിറയ്ക്കൽ, കൽക്കുന്നത്ത് ശിവക്ഷേത്രത്തിൽ നിന്നും കലശം എഴുന്നള്ളത്ത്, പ്രസാദ ഊട്ട്, ഗുരുവെള്ളാട്ട്, തൈപ്പൂയ പൂജ, ദീപാരാധന, ഭദ്രകാളി വെള്ളാട്ട്, നാഗകാളി വെള്ളാട്ട്, പീതാംബരൻ ടീമിന്റെ തായമ്പക, താലപ്പൊലി, ഭഗവതി തിറ, ഗുളികൻ തിറ എന്നിവയുമുണ്ടായിരുന്നു.
വാർത്തകൾ ചുരുക്കത്തിൽ. ശാസ്ത്രവിരുദ്ധ നിലപാടുകളെയും സാംസ്കാരിക ഫാസിസത്തെയും ചെറുക്കുക എന്ന സന്ദേശമുയർത്തി നാട്ടുപച്ച എന്ന പേരിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ശാസ്ത്രകലാജാഥ ഒരുങ്ങുന്നു. കോഴിക്കോട് ജില്ലയിൽ ജാഥ തുടങ്ങുന്നത് ഫെബ്രുവരി 8-നാണ്. വൈകിട്ട് 3:30 കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് KN കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. ദിവസം 4 കേന്ദ്രം വീതം കലാജാഥ 40 കേന്ദ്രങ്ങളിൽ അവതരണം നടത്തും. 18-ന് വൈകിട്ട് ജാഥ ബേപ്പൂരിൽ സമാപിക്കും. രാജ്യാന്തര പട്ടംപറത്തൽ മേളയിൽ മികച്ച ജനകീയ പട്ടമായി തെരഞ്ഞെടുത്ത ഇന്ത്യൻ കൈറ്റ് ടീമിന്റെ 45 അടി വലുപ്പമുള്ള സർക്കിൾ കൈറ്റിന്റെ പ്രദർശനവും ഇന്ത്യൻ കൈറ്റ് ടീമിലെ 4 മലയാളി അംഗങ്ങൾക്ക് സ്വീകരണവും ഞായറാഴ്ച വൈകിട്ട് 3:30 കോഴിക്കോട് ആകാശവാണിക്ക് എതിർവശത്തുമുള്ള ബീച്ചിൽ നടത്തും. അബ്ദുള്ള മാളിയേക്കൽ, അഡ്വക്കേറ്റ് ശ്യാം പത്മൻ, സാജിദ് തോപ്പിൽ, ഹാഷിം കടക്കാക്കലം എന്നിവർക്കാണ് സ്വീകരണമൊരുക്കുന്നത്. സർക്കിൾ കൈറ്റിന്റെ പരിശീലനവും പൊതുജനങ്ങൾക്ക് പട്ടം പറത്താനുള്ള സൌകര്യവും ഫെബ്രുവരി 8, 9 തീയതികളിൽ വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെ സൌജന്യമായി നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. പുതുവത്സരത്തോടനുബന്ധിച്ച് ആപ്സോൺ ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്ന ഹുണ്ടായി ഇയോൺ കാറിന്റെ നറുക്കെടുപ്പ് ഫെബ്രുവരി 8-ാം തീയതി ഞായറാഴ്ച രാവിലെ 10:30 കൽപ്പക ബസാറിനടുത്തുള്ള പാത്രപുര ഷോറൂമിൽ വച്ച് മന്ത്രി MK മുനീർ നിർവഹിക്കും. ആപ്സോൺ ഇനി മുതൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ ചൂടുറപ്പിക്കുകയാണ്. ഇതിന്റെ കൈപ്പുസ്തക പ്രകാശനം അതേ ദിവസം മന്ത്രി MK മുനീർ നിർവഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭാഷാ പഠനത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകേണ്ട കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ബ്യൂറോക്രസിയെ നിയന്ത്രിച്ചില്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തില്ലെന്ന് K മുരളീധരൻ MLA. ദേവസ്വം ബോർഡ് തിരിച്ചയച്ച കമ്മീഷണർ K രവികുമാറിന്റെ പുനർനിയമന നീക്കം ഉപേക്ഷിക്കണമെന്ന് ജീവനക്കാരുടെ ഐക്യവേദി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material. പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.